ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ കമ്പനിയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഓട്ടോമൊബൈൽ പാർട്ടിലെ AVI സിലബസിലെ ഓട്ടോമൊബൈൽ പാർട്ടിലെ ഫസ്റ്റ് മൊഡ്യൂളായില്ല കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഐ സി എഞ്ചിൻ പാർട്സിലെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിന്ന് ലൈവ് വന്നിട്ടുള്ളത്. അപ്പോൾ AVIയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ചെറുതായിട്ടൊന്ന് പറയാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 26/2026 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള പോസ്റ്റാണ്. നമ്മൾ പോസ്റ്റിന്റെ പേര് പറയുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1. നമ്മൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം ലാസ്റ്റ് സമയത്തോട് ചിലപ്പോൾ PSCയുടെ സൈറ്റിന് എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഏജ് 21 മുതൽ 40 വരെ പറ്റും. കഴിഞ്ഞ തവണയൊക്കെ 36 ആയിരുന്നു. ഇപ്പോൾ PSCയുടെ ഒരു ഏജ് 4 വർഷം കൂട്ടിയത് കൊണ്ട് നമുക്കിപ്പോൾ 40 വയസ്സുള്ള വരെ എല്ലാ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള SSLCയും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ അല്ലെങ്കിൽ BTech ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ, അതോടൊപ്പം തന്നെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമ്മളെ കയ്യിൽ വേണം. ലൈസൻസിന്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് OMR എക്സാം വരാനുണ്ട് അല്ലേ. OMR എക്സാം വരാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നത് വരെ, റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നമ്മളുടെ ലൈസൻസ് എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ലൈസൻസിൽ ഗ്യാപ്പ് പീരിയഡോ അല്ലെങ്കിൽ സസ്പെൻഷനോ അങ്ങനെ ഒന്നും തന്നെ ലൈസൻസിൽ ഉണ്ടാകരുത്. അപ്പൊ നിങ്ങൾ ആ കാര്യം കൂടി നമ്മുടെ ലൈസൻസിന്റെ കാര്യത്തിൽ കൂടി കെയർ ചെയ്യണം എന്നും കൂടി അറിയിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് നമ്മളിനി ഇത് ജസ്റ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. AVI എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് IC എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. IC എഞ്ചിന്റെ ബേസിക്സ് മുതൽ തുടങ്ങി IC എഞ്ചിന്റെ കുറേ അധികം പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഓരോ പാർട്സിന്റെയും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ആയിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും എക്സ്പ്ലനേഷൻ നോക്കി അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണല്ലോ പറയുന്നത്? വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സിമ്പിൾ ആണോ, ഇത്രയും സിമ്പിൾ ആയിട്ട് വരുമോ എന്നുള്ള ഇതിലൊന്നും ചിന്തിക്കരുത്. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എപ്പോഴും വരാറുണ്ട് കേട്ടോ. അത് നമ്മളെ പെട്ടെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആൻസർ തെറ്റിക്കാനും കൂടിയിട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനി 4-stroke എഞ്ചിൻ ഹാസ് ഡാഷ് ഇൻ ഈച്ച് സിലിണ്ടർ, 1 വാൾവ്, 2 വാൾവ്, 3 വാൾവ്, 4 വാൾവ്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ലൈവ് കയറുന്ന ആളുകൾ, പല ആളുകളും ചിലപ്പോൾ കയറുന്ന സമയത്ത് ലൈവ് ഡിലേ ഉണ്ടായിരിക്കും. അവരുടെ നെറ്റിന്റെ പ്രശ്നം കൊണ്ട് ഡിലേ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടെക്നിക്കൽ നെറ്റിന്റെ ഒരു ലാഗ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ 2-3 എത്തുന്ന സമയത്ത് അവർ ഒന്ന് കയറുമ്പോൾ ഒന്നിന്റെ ആൻസർ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ബെറ്റർ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ലെവലിൽ പോവാം. സോ ഒന്നിന്റെ ആൻസർ എന്തായിരിക്കും? ഇൻ എനി 4-stroke എഞ്ചിൻ ഹാസ് ഡാഷ് ഇൻ ഈച്ച് സിലിണ്ടർ. 1 വാൾവാണോ, 2 വാൾവാണോ, 3 വാൾവാണോ, 4 വാൾവാണോ? മിനിമം ആണ് പറയുന്നത് അല്ലെ. 4 വാൾവ് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മിനിമം എന്നാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. സോ എന്താണ്, നമുക്ക് ഈ വാൾവുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെ. എന്താണ് വാൾവാണ് പറയുന്നത്? 2 ടൈപ്പ് വാൾവാണ് നോർമലി നമ്മളുടെ ഒരു എഞ്ചിൻ ഉണ്ടാകുക. ഒന്ന് ഇൻലെറ്റ് വാൾവും അതോടൊപ്പം തന്നെ എക്സോസ്റ്റ് വാൾവും. വാൾവുകളിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വാൾവുകളുടെ പ്രത്യേകമായിട്ട് പറയുന്ന പേരുണ്ട്. വാൾവ് മെക്കാനിസം കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ഇൻലെറ്റ് വാൾവ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, എക്സോസ്റ്റ് വാൾവ് ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ അല്ലെ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമുക്ക് ഇൻലെറ്റ് വാൾവ് ഉണ്ടാവും, അതേപോലെ എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവും. അപ്പോൾ ഒരു കൺവെൻഷനൽ 4-stroke എഞ്ചിനിൽ എത്ര വാൾവ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമന്റ് വരട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതായിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും കേട്ടോ. സോ അതുകൊണ്ട് കമന്റ് പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോ. ബി എല്ലാവരും ബി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ബി ആണ് ആൻസർ വരുന്നത്. ആൻസർ വരിക 2 വാൾവ് അല്ലെ. മിനിമം 2 വാൾവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മോസ്റ്റ്ലി നമ്മൾ വാൾവിന് പേര് കൊടുക്കാറുള്ളത് ഇൻലെറ്റ് വാൾവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് എന്നാണ്. ഇനി ഇൻടേക്ക് വാൾവ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാലും അതും തെറ്റൊന്നുമില്ല. ഇൻലെറ്റ് എന്ന് പറയാറുണ്ട്, ഇൻടേക്കും എന്ന് പറയാറുണ്ട്. ചില ബുക്സ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻടേക്ക് എന്ന് കാണാൻ പറ്റും. നമ്മുടെ പർപ്പസ് അതിന്റെ സെയിം തന്നെ ആയതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഇൻലെറ്റ് എക്സോസ്റ്റ് എന്നാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു ഓട്ടോമൊബൈൽ IC എഞ്ചിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഇൻലെറ്റ് എക്സോസ്റ്റ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡ്യൂറിംഗ് ദ സെക്ഷൻ സ്ട്രോക്ക് ഇൻ എ ഡീസൽ എഞ്ചിൻ, പെട്രോൾ ഈസ് സപ്ലൈഡ് ഇൻസൈഡ്, ഡീസൽ ഈസ് സപ്ലൈഡ് ഇൻസൈഡ്, ഡീസൽ ആൻഡ് എയർ ഈസ് സപ്ലൈഡ് ഇൻസൈഡ്, ഓൺലി എയർ ഈസ് സപ്ലൈഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരിക? ഒരു ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്, ഒരു പെട്രോൾ എഞ്ചിന്റെ വർക്കിങ്ങും ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട്. കാരണം ആ കമ്പാരിസണിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കുക. സോ ഒരു പെട്രോൾ എഞ്ചിനിൽ സെക്ഷൻ സ്ട്രോക്കിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയർ ഫ്യൂൽ മിക്സ് ചെയ്തിട്ടാണ് സെക്ഷൻ സ്ട്രോക്കിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഒരു ഡീസൽ എഞ്ചിന്റെ കേസിലാവുമ്പോൾ ഫ്രഷ് എയർ, ഓൺലി എയർ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാകുക, സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, അതിന്റെ അകത്തോട്ട് സക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും. സോ ഡീസൽ എഞ്ചിനിൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൺലി എയർ ഈ സപ്ലൈഡ്, ഓൺലി എയർ ഈ സപ്ലൈഡ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ആണല്ലോ. അപ്പോൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കുന്ന സമയത്ത് ഈ സെക്ഷൻ സ്ട്രോക്കിൽ മാത്രമല്ല, പിന്നെ സ്പാർക്ക് പ്ലഗും ഇഞ്ചക്ടറുമായിട്ട് മാറുന്നതും അതിന്റെ തെർമൽ എഫിഷ്യൻസിയും മെക്കാനിക്കൽ എഫിഷ്യൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കവർ ചെയ്ത് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് യൂസ്ഡ് വെൻ. ഓപ്ഷൻ എ പറയുന്നത് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ് ആർ ബോത്ത് ക്ലോസ്ഡ്, ഓൺലി ദ ഇൻലെറ്റ് വാൾവ് ഈസ് ക്ലോസ്ഡ്, ഓൺലി ദ എക്സോസ്റ്റ് വാൾവ് ഈസ് ക്ലോസ്ഡ്, ഓൾ ഓഫ് ദീസ്. എന്താണ് ചോദിക്കുന്നത്? ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് യൂസ്ഡ്. ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ്, അതിന് മറ്റൊരു പേരുണ്ട്, അറിയോ? ജസ്റ്റ് അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. ടാപ്പറ്റ് ക്ലിയറൻസിന് നമ്മൾ മറ്റ് 2 പേരുകളും പറയാറുണ്ട്. അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ടാപ്പറ്റ് ക്ലിയറൻസിന് മറ്റൊരു പേര് കൂടി നമ്മൾ പറയാറുണ്ട്. വാൾവ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൾവ് ലാഷ് അല്ലെ. വാൾവ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൾവ് ലാഷ്. ടാപ്പറ്റ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൾവ് ക്ലിയറൻസ്, ടാപ്പറ്റിൽ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാൾവ് ലാഷ് എന്നും പറയാറുണ്ട് കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മേ ബി വാൾവ് ക്ലിയറൻസ് അല്ലേക്കും അല്ലെങ്കിൽ വാൾവ് ലാഷ് എന്നായിരിക്കും തോന്നുന്നത്. ഈ ടാപ്പറ്റ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പക്ഷെ വാൾവ് ലാഷ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇതും കൂടി പഠിച്ചിട്ട് പോകണം എന്ന് പറയുന്നത്. സോ വാൾവ് ലാഷ് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ ടാപ്പറ്റ് ക്ലിയറൻസ് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? നമ്മൾ ഓൾറെഡി ഈ എക്സോസ്റ്റ് വാൾവ് ആണെങ്കിലും ഇൻലെറ്റ് വാൾവ് ആണെങ്കിലും എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തോട്ടാണ് നിൽക്കുന്നത്. ഇൻലെറ്റ് വാൾവിനെ അപേക്ഷിച്ച് എക്സോസ്റ്റ് വാൾവിന് കുറച്ച് ഹീറ്റ് കൂടുതലായിരിക്കും അല്ലെ. ആ ഹീറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസിലെ ഹീറ്റ് ഒക്കെ ഈ വാൾവ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർവ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ഏതൊരു മെറ്റൽ പാർട്ട് ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ആവും. ഇവിടെ ഈ ഒരു വാൾവ് ലാഷ് അല്ലെങ്കിൽ വാൾവ് ക്ലിയറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് എക്സ്പാൻഡ് ആകാനുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ വാൾവ് ക്ലിയറൻസ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വാൾവ് എങ്ങോട്ടാണ് എക്സ്പാൻഡ് ആകുക? എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തോട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ എഞ്ചിന് സാധാരണ വാൾവ് ക്ലോസ് ചെയ്ത് നിൽക്കേണ്ട സമയങ്ങളിലും വാൾവ് ചെറുതായിട്ട് വാൾവിന്റെ സീറ്റിന്റെ അവിടെ ഗ്യാപ്പ് വന്ന് ഓപ്പൺ ആയി നിൽക്കും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള കമ്പസ്റ്റൻ പ്രഷർ കിട്ടൂല, അവിടെ ലീക്കേജ് ത്രൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാൾവിന് എക്സ്പാൻഡ് ആകാൻ ആവശ്യമായിട്ടുള്ള ചെറിയൊരു സ്പേസ്, ഒരു ചെറിയൊരു അളവ് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾവ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൾവ് ലാഷ് എന്ന് പറയുന്നത്. നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിച്ചിട്ടാണ് ഈ വാൾവ് ലാഷ് കാര്യങ്ങളൊക്കെ അളക്കുന്നത് അല്ലേ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് മെഷർ ചെയ്യേണ്ടത് അല്ലെ, വാൾവ് അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് ഇൻലെറ്റ് വാൾവ് ആൻഡ് എക്സോസ്റ്റ് വാൾവ് ആർ ക്ലോസ്ഡ്.
ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ് ആർ ബോത്ത് ക്ലോസ്ഡ്. രണ്ട് വാൾവുകളും ക്ലോസ് ആയി നിൽക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാൾവ് ലാഷ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ആണല്ലോ. അല്ലാതെ നമ്മൾ ഓപ്പൺ ആയി നിൽക്കുന്ന സമയത്ത് ഈ ഓൾറെഡി റോക്ക് റാമ്പ് എവിടെ ആയിരിക്കും, ഈ വാൾവിനോട് തട്ടിയിട്ടല്ല നിൽക്കുക. സോ ബോത്ത് വാൾവ് ക്ലോസ് ആയി നിൽക്കുന്ന സമയത്തായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻജിൻ ഹാസ് ഹയർ എൻജിൻ പവർ? ഓപ്ഷൻ എ പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ, ഓപ്ഷൻ ബി പറയുന്നത് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ, ഓപ്ഷൻ സി പറയുന്നത് ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദീസ്. ഏതാണ് പറയുന്നത്? ഹയർ എൻജിൻ പവർ ഏതിനായിരിക്കും? വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻജിൻ ഹാസ് ഹയസ്റ്റ് എൻജിൻ പവർ? ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ ആണോ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ ആണോ പവർ കൂടുതൽ? സോ ഏതിനായിരിക്കും? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റനും എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പറയുമ്പോൾ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് കമ്പസ്റ്റൻ നടക്കുന്ന എഞ്ചിന് അല്ലെ, കമ്പസ്റ്റൻ നടക്കുന്ന എഞ്ചിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആകുമ്പോൾ പുറത്തായിരിക്കും കമ്പസ്റ്റൻ നടക്കുക, അതിനുശേഷം അല്ലെ സിലിണ്ടറിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നു. നമ്മൾ സ്റ്റീം എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഉദാഹരണമാണ്. നമ്മൾ ഐസി എഞ്ചിൻസ് എല്ലാം തന്നെ, ഐസി എഞ്ചിൻസ് ആണ് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഈ എഞ്ചിൻസ് ഒക്കെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഉദാഹരണമാണ്. ആൻസർ വരുന്നത് കറക്റ്റ് ആണ്, എ ആണ് കറക്റ്റ് ആണ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആയിരിക്കും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹയർ എഞ്ചിൻ പവർ ഉണ്ടായിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എഞ്ചിൻ വാൾവ്സ് ആർ ഫിറ്റഡ്. എഞ്ചിൻ വാൾവ്സ് ആർ ഫിറ്റഡ്. ഓപ്ഷൻ എ പറയുന്നത് ഓൺ സിലിണ്ടർ ബ്ലോക്ക് ഓർ സിലിണ്ടർ ഹെഡ്, ഓപ്ഷൻ ബി പറയുന്നത് ഇൻസൈഡ് ദ സിലിണ്ടർ, ഓപ്ഷൻ സി പറയുന്നത് ഓൺ ക്രാങ്ക് കേസ്, ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദീസ്. എഞ്ചിൻ വാൾവ്സ് എവിടെയായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? സിലിണ്ടർ ബ്ലോക്കിലും സിലിണ്ടർ ഹെഡിലും, സിലിണ്ടർ ബ്ലോക്ക് ഓർ സിലിണ്ടർ ഹെഡ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദ സിലിണ്ടർ, ഓൺ ക്രാങ്ക് കേസ്. നമുക്ക് രണ്ട് ടൈപ്പ് വാൾവ് മെക്കാനിസം ആണല്ലോ അല്ലെ, രണ്ട് ടൈപ്പ് വാൾവ്. നമ്മൾ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം എന്ന് പറയാറുണ്ട്, സൈഡ് വാൾവ് മെക്കാനിസം എന്ന് പറയാറുണ്ട് ആണല്ലോ. ക്യാം ഷാഫ്റ്റും കാര്യങ്ങളും നമ്മൾ എഞ്ചിന്റെ സിലിണ്ടർ ഹെഡിൽ കൊടുത്തിട്ട് അങ്ങനെയുള്ള എഞ്ചിൻ വാൾവ് മെക്കാനിസത്തിനാണ് നമ്മൾ എന്താ പറയുക ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം അല്ലെങ്കിൽ ഓവർ ഹെഡ് ക്യാം എന്നൊക്കെ പറയാറുണ്ട്. അതിൽ തന്നെ സിംഗിൾ ഓവർ ഹെഡ് ക്യാമും ഡബിൾ ഓവർ ഹെഡ് ക്യാമും, SOHC, DOHC. നിങ്ങൾ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ ഓരോ വാഹനങ്ങളെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും SOHC എഞ്ചിനാണ് അല്ലെങ്കിൽ DOHC എഞ്ചിനാണ് അല്ലെ, 16 സിലിണ്ടർ വാൾവ് DOHC എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഡബിൾ ഓവർ ഹെഡ് ക്യാം മെക്കാനിസം. അപ്പോൾ പുതിയ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഈ സിലിണ്ടർ ഹെഡിലാണ് ഉണ്ടായിരിക്കുക. ആദ്യകാലങ്ങളിൽ ബ്ലോക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, സിലിണ്ടർ ഹെഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലോക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിലിണ്ടർ ബ്ലോക്കിലും കൊടുക്കാം, സിലിണ്ടർ ഹെഡിലും കൊടുക്കാം എഞ്ചിൻ വാൾവ്സ്. മോസ്റ്റ്ലി ഇന്ന് കാണുന്ന എഞ്ചിൻസിലൊക്കെ നമുക്ക് സിലിണ്ടർ ഹെഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺഡ് ബൈ. എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺഡ് ബൈ. ഓപ്ഷൻ എ ക്യാം ഷാഫ്റ്റ്, ഓപ്ഷൻ ബി ക്രാങ്ക് ഷാഫ്റ്റ്, ഓപ്ഷൻ സി റോക്കർ ആം, ഓപ്ഷൻ ഡി വാൾവ് ഗൈഡ്. എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺഡ് ബൈ. ആൻസർ കമന്റ് ചെയ്തേ. സിക്സ്ത് ക്വസ്റ്റ്യന്, എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺഡ് ബൈ ക്യാം ഷാഫ്റ്റ് അല്ലേ. അപ്പോൾ എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺഡ് ബൈ ക്യാം ഷാഫ്റ്റ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എഞ്ചിൻ വാൾവ്സ് ആർ ക്ലോസ്ഡ് ബൈ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ആൻസർ കൂടി നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾവ്സ് ഓപ്പൺ ആക്കുന്ന ക്ലോസ് ആവുന്ന ഈ ഒരു മൊത്തം മെക്കാനിസത്തെ നമ്മൾ പറയല്
വാൾവ് മെക്കാനിസം എന്ന് പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വാൾവ് ട്രെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. വാൾവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് വാൾവ് ട്രെയിൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു വാൾവ് മെക്കാനിസത്തിൽ എന്തൊക്കെ ഭാഗം ഉണ്ടാവും? ഫസ്റ്റ് നമുക്കൊരു ക്യാം ഷാഫ്റ്റ് ഉണ്ടാവും. ഈ ക്യാം ഷാഫ്റ്റിന് ഡ്രൈവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ക്യാം ഷാഫ്റ്റിലോട്ട് ഡ്രൈവ് ലഭിക്കുന്നു. അതിനുശേഷം ക്യാം ഷാഫ്റ്റിനോട് ഒരു ടാപ്പറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാം ഷാഫ്റ്റ് താഴെ സൈഡ് എഞ്ചിൻ ബ്ലോക്കിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഷ് റോഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പുഷ് റോഡ് ഓവർ ഹെഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പുഷ് റോഡിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് റോക്കർ ആം മെക്കാനിസം ഉണ്ട്. റോക്കർ ആം മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഈ പുഷ് റോഡ് കൊടുക്കുന്ന മോഷനെ റിവേഴ്സ് മോഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ റോക്കർ ആം കൊടുക്കുന്നത്. സോ റോക്കർ ആം അതേപോലെ തന്നെ വാൾവിലോട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു അല്ലേ. സോ എഞ്ചിൻ വാൾവ്സ് ഓപ്പൺ ചെയ്യുന്നത് ആരായിരിക്കും? ക്യാം ഷാഫ്റ്റ് ആയിരിക്കും. എഞ്ചിൻ വാൾവ്സ് ഓപ്പൺ ചെയ്യുന്നത് ആരായിരിക്കും? ക്യാം ഷാഫ്റ്റ് ആയിരിക്കും. എഞ്ചിൻ വാൾവ് ക്ലോസ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് അറിയോ? വാൾവ് സ്പ്രിങ്സ് ആയിരിക്കും കേട്ടോ. ക്യാം ഷാഫ്റ്റ് ഓപ്പൺസ് ദ വാൾവ് ആൻഡ് വൈൽ വാൾവ് സ്പ്രിംഗ് ക്ലോസസ് ദം. ക്യാം ഷാഫ്റ്റ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ക്യാം ലോബ് ഇല്ലാത്ത ഭാഗം അല്ലെ, ക്യാം ലോബ് അവിടെ നിന്നും ടാപ്പറ്റിൽ നിന്ന് പോകുന്ന സമയത്താണ് വാൾവ് ക്ലോസ് ആവുന്നത്. പക്ഷെ ക്ലോസ് ആകണമെന്നുണ്ടെങ്കിൽ ഈ വാൾവ് സ്പ്രിംഗ് ആണ് വാൾവിന് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ സോ ആൻസർ എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റ് ആണ്. എഞ്ചിൻ വാൾവ്സ് ആർ ഓപ്പൺ ബൈ ക്യാം ഷാഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ഇഫ് ഡീസൽ ഈസ് യൂസ്ഡ് ഇൻ പെട്രോൾ എഞ്ചിൻ, ദ എഞ്ചിൻ ഓപ്ഷൻ വിൽ നോട്ട് റൺ വിത്ത് ഹയർ വർക്കിംഗ് എഫിഷ്യൻസി, വിൽ റൺ വിത്ത് ഹൈ സ്പീഡ്, ക്യാൻ ബ്ലാസ്റ്റ്. പറഞ്ഞേ. ഏതായിരിക്കും ആൻസർ? 7. ഒരു പെട്രോൾ എഞ്ചിനിൽ ഡീസൽ ഉപയോഗിക്കുകയാണ് അല്ലേ. ഈ ഇഫ് ഡീസൽ ഈസ് യൂസ്ഡ് ഇൻ പെട്രോൾ എഞ്ചിൻ, നമുക്ക് എന്ത് വെച്ചാണ് അത് മനസ്സിലാക്കേണ്ടത്? എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെട്രോളിന്റെയും ഡീസൽ എഞ്ചിന്റെയും ഇഗ്നിഷൻ മെത്തേഡ് ഏതാണ് എന്നാണ് അല്ലേ. പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ മെത്തേഡാണ്. ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ മെത്തേഡാണ്. ആണല്ലോ, സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് ഇഗ്നിഷൻ മെത്തേഡാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പെട്രോളിന്റെയും ഡീസലിന്റെയും കംപ്രഷൻ ഇഗ്നിഷൻ ക്വാളിറ്റി അതും കൂടി നമ്മൾ അതിന്റെ കൂടെ തന്നെ നോക്കേണ്ടതാണ്. അറിയാലോ. ഓക്കെ, സോ നമ്മളൊരു പെട്രോൾ എഞ്ചിനിൽ ഡീസൽ എഞ്ചിനിലും രണ്ടിതാണ്. സ്പാർക്ക് പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്രോൾ എഞ്ചിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പാർക്ക് കൊടുത്തിട്ടാണ് കത്തിക്കുന്നത്. ഡീസൽ എഞ്ചിനിൽ എന്ന് പറയുന്നത് ഓൾറെഡി കംപ്രഷൻ ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഡീസൽ സ്പ്രേ ചെയ്യുമ്പോഴാണ് കത്തിക്കുന്നത് അല്ലെ, കത്തുന്നത്. സോ നമ്മളെ ഈ ഡീസൽ എന്ന് പറയുന്നത് എന്താണ്? പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലെസ് വോളട്ടൈൽ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യില്ല, വേപ്പറൈസ് ആയി പോകൂല. അതേപോലെ തന്നെ ഹൈ കംപ്രഷൻ സെൽഫ് ഇഗ്നീഷനും ഹൈ കംപ്രഷനും സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സെൽഫ് ഇഗ്നീഷനിലോട്ട് എത്തിയാൽ മാത്രമേ എന്താവുള്ളൂ, ഈ ഡീസൽ കത്തുള്ളൂ. അപ്പൊ ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്തില്ല, എഞ്ചിൻ വിൽ നോട്ട് റൺ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എല്ലാവരും 7A തന്നെയാണ് എല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ളത്. കുറെ അധികം ആൾക്കാരും 7A തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആണ്. ഇങ്ങനെ അബദ്ധം പറ്റിയ ആളുകൾ ഉണ്ടാവും അല്ലെ. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ വാഹനം എല്ലാവരും ഇപ്പൊ നമുക്ക് അബദ്ധം പറ്റണമെന്നില്ല, നമ്മളെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് എന്തുണ്ടായിരിക്കും, അബദ്ധം പറ്റിയിട്ടുണ്ടാവും. പെട്രോൾ എഞ്ചിനിൽ ഡീസൽ കൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും. നമുക്കല്ല, പെട്രോൾ പമ്പിലുള്ള ആളുകൾക്കാണ് പറ്റില്ല. ഡീസൽ എഞ്ചിനിൽ പെട്രോൾ കൊണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. The result of high valve guide wear is, the result of high valve guide wear is, ഓപ്ഷൻ എ പറയുന്നത് ഹൈ ഓയിൽ കൺസപ്ഷൻ, ഓപ്ഷൻ ബി പറയുന്നത് ഇൻക്രീസ് ഇൻ എഞ്ചിൻ എഫിഷ്യൻസി, ഓപ്ഷൻ സി പറയുന്നത് പെർഫെക്റ്റ് സീലിംഗ് ഓയിൽ വാൾ, ഓപ്ഷൻ ഡി പറയുന്നത് ഇൻക്രീസ് ഇൻ വാൾവ് ലൈഫ്. റിസൾട്ട് ഇൻ ഹൈ വാൾവ് ഗൈഡ്. വാൾവ് ഗൈഡ് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയണം കേട്ടോ, എങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്മളൊരു വാൾവ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മളൊരു വാൾവിന്റെ ഭാഗങ്ങൾ പഠിക്കണം. വാൾവിന്റെ ഹെഡ് ഉണ്ട്, മാർജിൻ ഉണ്ട്, ഫേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ചാംഫർ പോലുള്ള ഒരു ഏരിയ. ദെൻ അത് കഴിഞ്ഞിട്ട് വാൾവ് സ്റ്റെം ഉണ്ട്, സ്റ്റെമ്മിന്റെ അവിടെ ഗേറ്റ്സ് ഉണ്ടാവും. വാൾവ് ടിപ്പ് ഉണ്ട്, വാൾവ് സ്പ്രിങ്ങിനെ റീറ്റേൺ ചെയ്യാനുള്ള ലോക്ക് ഗ്രൂസ് ഉണ്ടായിരിക്കും.
വാൾവിന്റെ ഗൈഡിൽ തേയ്മാനം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെ, വാൾവിന്റെ ഗൈഡിൽ തേയ്മാനം സംഭവിച്ചാൽ വാൾവ് സ്റ്റെമ്മിന്റെ ഇടയിലൂടെ ഗ്യാപ്പ് വരും. സോ ഇവിടെ നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ എന്താവും, ഈ കമ്പസ്റ്റിംഗ് ചേംബറിലോട്ട് വരും. കമ്പസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് അതിന്റെ കൂടെ തന്നെ കിടന്ന് കത്തും ആണല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് എക്സസീവ് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറഞ്ഞാൽ ആ ഓയിൽ കൺസപ്ഷൻ കൂടും അല്ലേ. അതന്നെ ഓപ്ഷൻ എ ഏതായിരുന്നു? ഹൈ ഓയിൽ കൺസപ്ഷൻ. ബാക്കിയൊന്നും അതിനായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അല്ല. എഫിഷ്യൻസി എന്തായാലും കൂടൂല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ. പെർഫെക്റ്റ് സീലിംഗ്, ഇൻക്രീസ് വാൾവ് ലൈഫ്, ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നും. ചിലപ്പോൾ തന്നെ നമ്മൾക്ക് ഇതേമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഓപ്ഷൻസ് തന്നെ തരും കേട്ടോ അടുത്തത്. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എ ഡിലേ ഇൻ ഓപ്പണിംഗ് ദ എൻജിൻ വാൾവ് ഈസ് കാൾഡ്. എ ഡിലേ ഇൻ ഓപ്പണിംഗ് ദി എൻജിൻ വാൾവ് ഈസ് കാൾഡ്. ലീഡ്, ലാഗ്, ത്രോ, ബോർ. ഏതായിരിക്കും? 9th ക്വസ്റ്റ്യൻ. ഡിലേ ആണ്. വാൾവ് ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? വാൾവ് മെക്കാനിസത്തിലെ നമ്മൾ 2 ഡയഗ്രാം പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ. തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രവും അതേപോലെ തന്നെ ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം. ഇങ്ങനെ 2 ഡയഗ്രാണ് നമ്മൾ നോർമലി പഠിക്കാറുള്ളത്. തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എഞ്ചിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സെക്ഷൻ സ്ട്രോക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് TDCയിൽ എത്തുന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു. സെക്ഷൻ സ്ട്രോക്ക് കഴിയുന്ന സമയത്ത് പിസ്റ്റൺ BDCയിൽ എത്തുന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവുന്നു. അങ്ങനെ നമ്മളൊരു ഇൻലെറ്റ് വാൾവിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, എക്സോസ്റ്റ് വാൾവിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്, ഫ്യൂൽ ഇഞ്ചക്ഷന്റെ ടൈം അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ കൊടുക്കുന്ന ടൈം അല്ലെ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വൽ കാര്യത്തിലെത്തുന്ന സമയത്ത് നമ്മൾ വാൾവുകൾ ഒന്നെങ്കിൽ TDCക്ക് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ വാൾവ് BDCക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ BDC കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ ഓപ്പണും ക്ലോസും ചെയ്യാം. ആ ഒരു ഡയഗ്രത്തെയാണ് നമ്മൾ വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് മാനുഫാക്ചേഴ്സ് ഇതിനനുസരിച്ച് ഓരോ വാഹനങ്ങൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഡീസൽ എഞ്ചിനുള്ളതല്ല, പെട്രോൾ എഞ്ചിന് ഓരോ വാഹനങ്ങളും മാനുഫാക്ചറിൽ ചെറിയ ചെറിയ രീതിയിൽ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. ബിഫോറും ആഫ്റ്ററും സെയിം ആയിരിക്കും, പക്ഷേ ഡിഗ്രികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാൾവ് ടൈമിംഗ് ഡയഗ്രത്തിൽ അല്ലെ. വാൾവ് ടൈമിംഗ് ഡയഗ്രത്തിൽ വാൾവ് ലീഡ് എന്ന് പറയുന്നത് എന്താണ്? വാൾവ് ഓപ്പൺസ് ബിഫോർ ദ റിക്വയർഡ് പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വാൾവ് ലീഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലാഗ് അല്ലെ. നമ്മൾ TDCക്ക് മുന്നേ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ലീഡാണ്, TDC കഴിഞ്ഞിട്ടാണ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ ലാഗ് ആണ് അല്ലെ. സോ അതാണ് പറയുന്നത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് അറിയോ? എ ഡിലേ ഇൻ വാൾവ്, ഡിലേ ആണ് പറഞ്ഞത്. ഡിലേ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വാൾവ് ലാഗ് ആണ്. സോ ഈ ഇത് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വാൾവ് ലീഡ്, വാൾവ് ലാഗ്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്താണ് വാൾവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്? വാൾവ് ഓവർലാപ്പ് എന്താണ്? വാൾവ് ഓവർലാപ്പ് ഓൾമോസ്റ്റ് വാൾവ് ലീഡും ലാഗും അറിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വാൾവ് ഓവർലാപ്പ് എന്താണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഷോർട്ട് വേർഡ്സിൽ കമന്റ് ചെയ്താലും മതി, സെന്റൻസ് ആക്കിയിട്ട് കമന്റ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വാൾവ് ഓവർലാപ്പ് എന്തായിരിക്കും? നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കമന്റിലൂടെ തന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, കമന്റ് ചെയ്തോട്ടോ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. കമന്റ് കിട്ടുമ്പോൾ ചെറിയൊരു ഡിലേ എനിക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. എ ഡീസൽ എഞ്ചിൻ ഈസ് ഡാഷ് ഇൻ റൺ. എ ഡീസൽ എഞ്ചിൻ ഈസ് ഇൻ റണ്ണിങ് അറ്റ് റേറ്റഡ് ലോഡ് ആസ് കമ്പയർഡ് ടു ദി പെട്രോൾ എഞ്ചിൻ. A diesel engine is as compared to petrol engine more efficient, less efficient, equally efficient. Other factors are determinants. വാൾവ് ഓവർലാപ്പ് എന്താ അറിയില്ലേ? പറഞ്ഞല്ലോ അല്ലേ. ബോത്ത് വാൾവ്സ് ആർ ഓപ്പൺ. ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ഓപ്പൺ ആയി നിൽക്കുന്ന ആ
ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഒരു സൈക്കിളിന്റെ എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിയുന്ന സമയത്ത് മുന്നത്തെ സൈക്കിളിന്റെ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സൈക്കിളിന്റെ ഇൻലെറ്റ് വാൾവ് എന്തായിട്ടുണ്ടാവും, നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. കുറേ അധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ഒരു ഡീസൽ എഞ്ചിന്റെ കാര്യം. ഡീസൽ എഞ്ചിൻ ഈസ് മോർ എഫിഷ്യന്റ് ഓർ ലെസ് എഫിഷ്യന്റ് ഓർ ഈക്വലി എഫിഷ്യന്റ് ആസ് കമ്പയർഡ് ടു ദി പെട്രോൾ എഞ്ചിൻ. A diesel engine is more efficient, അല്ലേ? A diesel engine is generally more efficient than petrol engine for normal running conditions at rated load. ലോഡ് റേറ്റിംഗ് കാര്യങ്ങൾ നോക്കണം. സോ അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, മോർ എഫിഷ്യന്റ് എന്ന് പറയാൻ കാരണം എന്താ, ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും കമ്പയർ ചെയ്യുമ്പോൾ കംപ്രഷൻ റേഷ്യോ ഏതിനായിരിക്കും കൂടുതൽ, ഡീസൽ എഞ്ചിനായിരിക്കും കംപ്രഷൻ റേഷ്യോ കൂടുതൽ. പെട്രോളിന്റെ നമ്മളൊരു 9 to 12 എന്നുള്ള റേഞ്ചിലൊക്കെ പറയാറുള്ളത്. ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ചില ഓപ്ഷൻസിൽ വരാറുണ്ട്. ഡീസലിൽ അറൌണ്ട് 15 to 20 അല്ലെങ്കിൽ 15 to 22 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. 16 to 22 കണ്ടിട്ടുണ്ട് പല ബുക്കിലായിട്ട്. ഏകദേശം ആ റേഞ്ചിലാണ്. സോ കമ്പയറിംഗ് ടു ദി പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ, കംപ്രഷൻ റേഷ്യോ ആർക്കായിരിക്കും കൂടുതൽ, ഡീസൽ എഞ്ചിനായിരിക്കും കൂടുതൽ ആണല്ലോ. തെർമൽ എഫിഷ്യൻസി ഡീസൽ എഞ്ചിനാണ് കൂടുതൽ. സോ ഡീസൽ എഞ്ചിൻ ഈസ് മോർ എഫിഷ്യന്റ്, അല്ലേ? ഓപ്ഷൻ എ ആയിരിക്കും എന്തായിരിക്കും കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. കിട്ടുന്നില്ലേ? സ്പീഡ് കുറക്കണോ? കുറേ അധികം ബേസിക് ക്വസ്റ്റ്യൻസ് പോലെ വരുന്നത് കൊണ്ട് കുറച്ചൊന്ന് സ്പീഡ് പോകുന്നുണ്ട്. സ്പീഡ് കുറക്കണോ? കുറക്കണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനും പറയാം കേട്ടോ. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു തോന്നി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ഒരു 2026 വിളിച്ചിട്ടുള്ള AMVA നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബറിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഈ 2027 തുടക്കത്തിലോ അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് തന്നെ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്ന ഈ ഒരു AMVAക്ക് വേണ്ടിയിട്ട് ടെക് PSCയിൽ ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AMVAയുടെ ഫുള്ളി സിലബസിന് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ്, അതേപോലെ തന്നെ അതിന്റെ PDF നോട്ട്സ്, പിന്നെ ലൈവ് സെക്ഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെല്ലാം തന്നെ സജി സാറ് മെന്റർഷിപ്പോട് കൂടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന ടെക് PSCയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഫുള്ളി ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വോയിസ് പഠിച്ചിട്ട് നിങ്ങളുടെ ഒരു സ്വപ്ന ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതായത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ബോത്ത് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ റൺ അക്കോർഡിംഗ്ലി ടു ദി സ്പീഡ് ഓഫ് ലോഡ്. എ ഡീസൽ എഞ്ചിൻ ഹാസ് ഡാഷ് ആസ് കമ്പയർഡ് ടു പെട്രോൾ എഞ്ചിൻ. ഈക്വൽ എഫിഷ്യൻസി, ലോവർ എഫിഷ്യൻസി, ഹയർ എഫിഷ്യൻസി, നൺ ഓഫ് ദിസ്. ബോത്ത് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ റൺ അക്കോർഡിംഗ് ടു ദ സ്പീഡ് ഓഫ് ലോഡ്. കറക്റ്റ് വായിച്ചിട്ട് പറയണേ. ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ സി ആണല്ലേ കമന്റ് ചെയ്യുന്നത്? സി ആയിരിക്കും. ഡീസൽ എഞ്ചിന് എഫിഷ്യൻസി കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് ഹയർ എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. 12th ക്വസ്റ്റ്യന്. വിച്ച് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഹാസ് എ ഗുഡ് ബാലൻസിങ് ആൻഡ് ഹൈ പാരലൽ പുള്ളിംഗ് ടോർക്ക്? ഓപ്ഷൻ എ ഒപ്പോസിറ്റ് എഞ്ചിൻ, ഓപ്ഷൻ ബി വി എഞ്ചിൻ, ഓപ്ഷൻ സി റേഡിയൽ എഞ്ചിൻ, ഓപ്ഷൻ ഡി വരുന്നത് ഇൻലൈൻ എഞ്ചിൻ. നമ്മൾ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് നമ്മളുടെ സിലബസ് ഒക്കെ വരുന്ന സമയത്ത് സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. എല്ലാവരും സിലബസ് കണ്ട ആൾക്കാരൊക്കെ. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ പാർട്സ് എന്ന് പറഞ്ഞ് സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ് എന്നൊക്കെ പറയണ്ടാവും. പക്ഷെ നമ്മൾ പ്രൈമറി ആദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജി, ക്ലാസിഫിക്കേഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വരിക.
അപ്പൊ അതില് സിലിണ്ടറിന്റെ അറേഞ്ച്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഓപ്ഷനായി കൊടുത്തിട്ടുള്ളത്. ഇൻലൈൻ എഞ്ചിന്, വി എഞ്ചിന്, റേഡിയൽ എഞ്ചിന്, ഒപ്പോസിറ്റ് സിലിണ്ടർ എഞ്ചിന്, അല്ലെ, കുറെ അധികം ടൈപ്പ് എഞ്ചിൻസ് വരുന്നുണ്ട്. അപ്പോൾ അതില് ഗുഡ് ബാലൻസിങ്ങും ഹൈ പാരലൽ ടോർക്കും ഉള്ള എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗുഡ് ബാലൻസിങ് ആൻഡ് ഹൈ പാരലൽ ടോർക്ക് ഏതിനാണ് ആൻസർ വരിക? 12D. യെസ്, ഡി, ഇൻലൈൻ എഞ്ചിൻ ആണ് അല്ലേ. ഇൻലൈൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടേഴ്സ് എല്ലാം തന്നെ ഇൻലൈൻ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. സിലിണ്ടറിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലേ. സോ ഓപ്ഷൻ ഡി, ഇൻലൈൻ എഞ്ചിൻ തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In engine valve timing, why the inlet valve is opened slightly before TDC? Option A പറയുന്നത് to fill air or air fuel mixture according to the cylinder capacity. Option B പറയുന്നത് to help in removing exhaust gases. Option C പറയുന്നത് increase volumetric efficiency. Option D പറയുന്നത് increasing the effect of exiting gases. Why the inlet valve is opened slightly before TDC? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ്, എന്തിനു വേണ്ടിയാണെന്ന് പറയാം അല്ലെ. നമ്മൾ ചെയ്യുന്നതാണ് ഇൻലെറ്റ് വാൾവ്, നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. TDCയിലാണ് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നതെന്നാണ് നമ്മൾ ആദ്യമൊക്കെ പഠിച്ചിട്ടുണ്ടാകുക. പിന്നെ നമ്മൾ എന്തിലോട്ട് എത്തുമ്പോൾ ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം പഠിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി പഠിക്കും. TDCക്ക് മുന്നേ പിന്നെ എന്നൊക്കെ രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു ആംഗിൾ ഒക്കെ വെച്ച് പഠിക്കും. പിന്നീട് നമ്മൾ വേരിയബിൾ വാൾവ് ടൈമിംഗ് കാര്യങ്ങളൊക്കെ VVT പഠിക്കുമ്പോൾ പിന്നെ അതിലുള്ള ഒരു ചേഞ്ച് കൂടിയും വീണ്ടും മാറ്റി പഠിക്കും. B. 13B, C എല്ലാം വന്നിട്ടുണ്ടല്ലോ, എല്ലാ ആൻസറും വന്നിട്ടുണ്ടല്ലോ. B വന്നിട്ടുണ്ട്, C വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്. യെസ്, കറക്റ്റ്. ഇൻലെറ്റ് വാൾവ് ഈ ടു ഹെൽപ്പ് ഇൻ റിമൂവ് എക്സോസ്റ്റ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ B നമ്മൾ ക്ലിക്ക് ചെയ്യാൻ, നമ്മൾ സെലക്ട് ചെയ്യാൻ സാധ്യത എന്താ അറിയോ, നമ്മൾ ആ സ്കാവെഞ്ചിങ് ആയിരിക്കും ഓർത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ടു ഹെൽപ്പ് റിമൂവിങ് എക്സോസ്റ്റ് ഗ്യാസസ് എന്നാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും വായിക്ക്. നേരത്തെ ഓപ്പൺ ആക്കുന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിൽ എയർ ഫിൽ മിക്സ്ചർ. നമുക്കറിയാം ഈ ഒരു വാൾവ് നമ്മൾ ഇൻലെറ്റ് വാൾവ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്തൊക്കെ പറയും ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നു, എക്സോസ്റ്റ് വാൾവ് ക്ലോസ് ആവുന്നു, ഓപ്പൺ ആവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. TDC വരുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി മുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു എഞ്ചിന് ഒരു മിനിമം 1000 RPM വർക്ക് ചെയ്യുന്ന എഞ്ചിന്, ഒരു ബൈക്കിന്റെ എഞ്ചിന് ഐഡിലിംഗ് കണ്ടീഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1000 RPM വർക്ക് ചെയ്യുന്നത് ഒരു മിനിമം. ഏകദേശം ഈ 1000 RPM വർക്ക് ചെയ്യുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ 1000 തവണ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്. സോ അവിടെ ഏകദേശം എന്ത് വരുന്നുണ്ട്, ഒരു 500 തവണെങ്കിലും പവർ സ്ട്രോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു സെക്കൻഡിലോട്ട് ആവുന്ന സമയത്ത് എത്ര തവണ ഉണ്ടാക്കുന്നുണ്ടാവും? ഡിവൈഡ് ബൈ 60 അടിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അപ്പൊ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പിസ്റ്റൺ 4 തവണ 4 സ്ട്രോക്കിൽ ട്രാവൽ ചെയ്യണം. സോ ഒരു സെക്കൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പിസ്റ്റന് അറൗണ്ട് 16 to 20 ടൈംസ് ഒക്കെയാണ് നമുക്ക് ഒരു 1000 RPM ആകുമ്പോഴത്തേക്ക് തന്നെ 16 മുതൽ ഒരു 20 വരെയാണ് നമുക്ക് എന്ത് പിസ്റ്റന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ചെയ്യുന്നത്. ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന്റെ ഇടയിലാണ് ഈ വാൾവ് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും ക്ലോസ് ആവുകയും ചെയ്യേണ്ടത്. സോ വളരെ കുറഞ്ഞ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമേ കിട്ടുള്ളൂ. ഈ വാൾവിന്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഇനേർഷ്യ, ഈ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുണ്ടാകേണ്ട ഒരു സെക്ഷൻ പ്രഷറൊക്കെ വേണം അല്ലെ. സെക്ഷനൊക്കെ ഉണ്ടാവണം എങ്കിലല്ല അതിൻ്റെ ഉള്ളിലോട്ട് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെ സിലിണ്ടറിന്റെ അകത്തുണ്ടെങ്കിലല്ലേ അതിൻ്റെ ഉള്ളിലോട്ട് കയറുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നേരത്തെ ഓപ്പൺ ആക്കുന്നു. നേരത്തെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രാ എയറും കാര്യങ്ങളും കയറും. നമ്മുടെ സിലിണ്ടറിന്റെ അകത്ത് എത്രത്തോളം എയർ ഫ്യൂൽ മിക്സ്ചർ നിറയുന്നു അത്രത്തോളം ആയിരിക്കുമല്ലോ നമ്മൾ അതിന്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കണം കേട്ടോ ആൻസർ, അപ്പോഴാണ് കറക്റ്റ് ആൻസറിലോട്ട് വരുള്ളൂ. സോ ഫ്രഷ് എയർ നേരത്തെ കയറണം. ഫ്രഷ് എയർ ഓർ എയർ ഫ്യൂൽ മിക്സ്ചർ, പെട്രോൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ അതിലോട്ട് നേരത്തെ കയറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നേരത്തെ തുടങ്ങും. എങ്കിലേ സിലിണ്ടറിനുള്ളിൽ ആ സിലിണ്ടറിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചാർജ് നിറയുകയുള്ളൂ. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ വരിക. ടു ഫിൽ എയർ ഓർ എയർ ഫ്യൂൽ മിക്സ്ചർ അക്കോർഡിംഗ് ടു ദി സിലിണ്ടർ കപ്പാസിറ്റി. അല്ലെങ്കിൽ ആ വാൾവ് തുറക്കുമ്പോഴത്തേക്കും വാൾവ് അടക്കേണ്ട സമയമായിട്ടുണ്ടാവും. സോ അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചേ കയറിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അതിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പവറിലും വോളിയോമെട്രിക് എഫിഷ്യൻസി പറഞ്ഞ പവറും എല്ലാത്തിനും ബാധിക്കുമല്ലോ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 14th ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തെറ്റിക്കൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എ ഡീസൽ എഞ്ചിൻ ഹാസ് കംപ്രഷൻ റേഷ്യോ ഫ്രം 6 to 10, 10 to 15, 15 to 25, 25 to 40. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു ഓപ്ഷൻ കാണാതെ 15 to 25 എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു പോകണ്ട. കാരണം നാളെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 15 to 25 ആവില്ല, നിയർ ബൈ അതിന്റെ ഒരു വാല്യൂ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇൻ ദ റേഞ്ച് ഓഫ്, ആ റേഞ്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഏതാണ് ആൻസർ വരിക? 14, 14th. അറൗണ്ട് 15 to 25 അല്ലേ? കംപ്രസർ റേഷ്യോ എന്താണെന്ന് പറയണ്ടല്ലോ. കംപ്രസർ റേഷ്യോ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 വോളിയത്തെ കുറിച്ച് ആദ്യം അറിയണം. ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം അല്ലെ, ടോട്ടൽ വോളിയം, ഈ കാര്യത്തെ കുറിച്ച് അറിയണം. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് പിസ്റ്റൺ TDCയിലായിരിക്കുന്ന സമയത്ത് പിസ്റ്റന്റെ മുകളിലുണ്ടാവുന്ന വോളിയത്തെ, അല്ലെങ്കിൽ ആ കമ്പസ്റ്റൻ ചേമ്പറിന്റെ ആ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ച് താഴത്തോട്ട് വന്ന് BDCയിൽ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന വലിച്ചെടുക്കുന്ന വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് അല്ലെ. സോ സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, ടോട്ടൽ വോളിയം ഒക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കംപ്രസർ റേഷ്യോ ആയിട്ട് നമ്മൾ പറയുന്നത്. മേ ബി എക്സാമിന് ചെറിയ രീതിയിലൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കൂല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള AMV എക്സാമിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ AMVയുടെ സെയിം സിലബസ് വെച്ചിട്ട് ലാസ്റ്റ് റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിൽ മെക്കാനിക്കൽ സൈഡിൽ നിന്നൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അതുകൊണ്ട് ചോദിക്കൂല നമുക്ക് ഒരിക്കലും, ഡിപ്ലോമ ലെവലാണ് ചോദിക്കൂല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പക്ഷെ സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്രഷൻ റേഷ്യോ വരുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. സോ അതും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ആൻസർ 15 to 25 കറക്റ്റ് അല്ലേ? കമന്റ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 15th ക്വസ്റ്റ്യൻ. In two-stroke engine, the working cycle is completed in option A 1 revolution of the crankshaft, option B 2 revolutions, option C 3 revolutions, option D 4 revolutions. Simple question ആണ്. 15th question. In two-stroke engine, the working cycle is completed in D ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. 4 revolutions. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്ന് അറിയില്ല കേട്ടോ. D അത് ചിലപ്പോൾ ലേറ്റായി വന്നതായിരിക്കും. ടു സ്ട്രോക്ക് എഞ്ചിനിൽ എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് വിത്തിൻ 1 റവല്യൂഷൻ. ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ 360 ഡിഗ്രി അങ്ങനെയും പറയാം. 360 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. 4 സ്ട്രോക്ക് എഞ്ചിനിലാണെന്നുണ്ടെങ്കിൽ 720 ഡിഗ്രി അല്ലെ, 720 ഡിഗ്രി അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. 2 റവല്യൂഷൻസ്. സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റിൽ കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ റവല്യൂഷന് സ്ട്രോക്കിന്റെ പിസ്റ്റന്റെ മൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് ആൻസർ ചെയ്യണം. A or B 2 റവല്യൂഷൻസ് എങ്ങനെ വരുന്നത്? A or B അല്ല, A തന്നെ ഉണ്ടോ കറക്റ്റ് ആൻസർ. അതായത് ഒരു അപ്വാർഡ് സ്ട്രോക്കും ഒരു ഡൗൺവാർഡ് സ്ട്രോക്കേ ഉള്ളൂ. ഒരു അപ്വാർഡ് സ്ട്രോക്ക് പറഞ്ഞാൽ ഒരു പിസ്റ്റന്റെ ഒരു സ്ട്രോക്കാണ്. ഒരു സ്ട്രോക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 180 ഡിഗ്രിയാണ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ദെൻ അഗൈൻ ഒരു 180 ഡിഗ്രി കൂടി ആകുമ്പോൾ 360, 1 റവല്യൂഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് മൂവ് ചെയ്യാം. 1 റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. വിച്ച് എഞ്ചിൻ ഹാസ് ദ ഹൈയസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി? വിച്ച് എഞ്ചിൻ ഹാസ് ദ ഹൈയസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി? വി എഞ്ചിന്, ഇൻലൈൻ എഞ്ചിൻ, റേഡിയൽ എഞ്ചിൻ, ഒപ്പോസിറ്റ് എഞ്ചിൻ. ഹൈയസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി. ഏതാ വരിക?
ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ബിയും സിയും. കമന്റ്സ് കുറഞ്ഞല്ലോ. ബിയും സിയും. ഏതാണ് ആൻസർ വരിക? സി ആണ് ആൻസർ വരിക കേട്ടോ. റേഡിയൽ എഞ്ചിൻ ആണ്. റേഡിയൽ എഞ്ചിൻ അറിയാലോ അല്ലെ? റേഡിയൽ എഞ്ചിനാണ് ഹയസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഹയസ്റ്റ് കമ്പസ്റ്റൻ പ്രഷർ നമുക്ക് കൊടുക്കാം, ഹയർ കമ്പസ്റ്റൻ പ്രഷർ നമുക്ക് കൊടുക്കാൻ കഴിയും റേഡിയൽ എഞ്ചിൻസിൽ. ആൻസർ സി ആട്ടോ, റേഡിയൽ എഞ്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിയററ്റിക്കലി എ 4-stroke സൈക്കിൾ എഞ്ചിൻ ഷുഡ് ഡെവലപ്പ് ഡാഷ് പവർ ആസ് ദാൻ 2-stroke സൈക്കിൾ എഞ്ചിൻ. ഹാഫ്, സെയിം, ഡബിൾ, 4 times. Theoretically, a 4-stroke cycle engine should develop dash power as that of 2-stroke cycle. 2-stroke 4-stroke കമ്പയർ ചെയ്തിട്ട് അത് തമ്മിലുള്ള പവർ ക്രിയേറ്റ് ചെയ്യുന്ന പവറിന്റെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയാം അല്ലെ? റിലേഷൻ അല്ല, റേഷ്യോ. 17th ക്വസ്റ്റ്യൻ. ഏതാണ് വരിക? 17 എ. എ അല്ലേ? സിയും പറഞ്ഞോ എൻ്റെ ഇടയിൽ? ഇത് എനിക്കറിയില്ല കേട്ടോ, കമന്റ് ചിലപ്പോ തൊട്ട് മുന്നത്തിന്റെ ആൻസർ ലേറ്റ് ആയിട്ട് വരാറുണ്ട്. ലൈവ് കാണുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൻസർ എ തന്നെയാണ് വരിക അല്ലെ? ഒരു 2-stroke എഞ്ചിൻ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഈ ഹാഫ് തന്നെയാണ് വരിക. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. അതായത് 4-stroke എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പവർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റവല്യൂഷൻ കറങ്ങണം, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് മൂവ് ചെയ്യണം. 2-stroke എന്ന് പറയുന്നത് നമുക്ക് 2 സ്ട്രോക്ക് മൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടും. അപ്പോൾ 4-stroke എഞ്ചിന് പകുതിയെ എന്ത് ചെയ്യാവുന്നുള്ളൂ? 2-stroke എഞ്ചിന്റെ പവർ 2-stroke എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ പകുതിയെ നിർമ്മിക്കുന്നത്. ഈസ് തിയററ്റിക്കലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലെ എഫിഷ്യൻസി നഷ്ടപ്പെടുന്നതോ പവർ നഷ്ടപ്പെടുന്നതൊന്നും നോക്കുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് മാത്രം നോക്കിയിട്ടാട്ടോ പറയുന്നത്. ഓപ്ഷൻ എ ഹാഫ് ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. A 2-stroke engine gives dash thermal efficiency than a 4-stroke cycle engine. 2-stroke engine 4-stroke engine കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ എഫിഷ്യൻസി അല്ലെ? ഹയർ ആണോ, ലോവർ ആണോ, സെയിം ആണോ, നൺ ഓഫ് ദീസ് ആണോ? 18th ക്വസ്റ്റ്യൻ. ബി, എയും ബിയും എല്ലാം ഉണ്ടല്ലോ, മിക്സ് ആയിട്ടാണല്ലോ വരുന്ന ആൻസർ. തെർമൽ എഫിഷ്യൻസി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബി അല്ലേ? ലോവർ അല്ലേ ആൻസർ? കമന്റ് ചെയ്താൽ ലോവർ ആണ് ആൻസർ, ലോവർ ആണ് ബി. ഹയർ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പവർ നമുക്ക് കിട്ടും, എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനനുസരിച്ച് എത്ര പവർ നമുക്ക് ലഭിക്കുന്നു അല്ലെ? തെർമൽ എഫിഷ്യൻസി പറയുന്നത്. സോ തെർമൽ എഫിഷ്യൻസിയിൽ നമ്മൾ ഫ്യൂൽ എക്കണോമി നോക്കുന്നത്, ബെറ്റർ ഫ്യൂൽ എക്കണോമി, മോർ യൂസ്ഫുൾ പവർ ഫ്രം ഫ്യൂൽ, ഹീറ്റ് വേസ്റ്റ് ആവുന്ന കാര്യങ്ങൾ അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ 2-stroke എഞ്ചിനിൽ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തെർമൽ എഫിഷ്യൻസി കുറയും. 2-strokeൽ എന്തൊക്കെയാണ്? ഒന്ന് സ്കാവെഞ്ചിങ് കാരണം. സ്കാവെഞ്ചിങ് എല്ലാവർക്കും എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും അല്ലെ? അതായത് നമുക്ക് ഓൾറെഡി ഫ്രഷ് ചാർജ് ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സോസ്റ്റ് പോർട്ടിലൂടെ കുറച്ച് പുറത്തോട്ട് പോകും. പിന്നെ അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ് നടക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് 2-stroke തന്നെ ഉള്ളത്. ഫ്യൂൽ അൺബേൺഡ് ആയിട്ടുള്ള ഫ്യൂൽ ഉണ്ടാവും, അത് അതിന്റെ കൂടെ വേസ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രീക്വന്റ്ലി പവർ സ്ട്രോക്ക് ഉണ്ടാവുകയാണ്, പെട്ടെന്ന് പവർ സ്ട്രോക്ക് ഉണ്ടാവുകയാണ്. പവർ സ്ട്രോക്കിൽ എന്ന് പറഞ്ഞാൽ അല്ലേ, പവർ സ്ട്രോക്ക് ഉണ്ടാവുന്ന ടൈമിന്റെ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുന്ന സമയത്തിന്റെ ഒരു ഡിലേയും അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയും നമ്മളെ 2-strokeൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. സോ ഈ ഒരു കാരണം കൊണ്ടൊക്കെ ഹീറ്റ് ലോസസ് കാര്യങ്ങൾ ഉണ്ടാകാം. സോ 2-strokeൽ എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസി എന്തായിരിക്കും? 4-strokeനെ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
ഇൻ എ 4-stroke സൈക്കിൾ എഞ്ചിൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഓപ്ഷൻസ് ഞാൻ വായിക്കണില്ല, നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ ചെയ്യും. ഓപ്ഷൻ എ, ബി, സി, ഡി പറയുന്നുണ്ട്. ലൈവിലുള്ള എല്ലാവരും കമന്റ് ചെയ്യണമെന്നാണ്. കുറച്ച് പേര് മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആൾക്കാർ ഇനി എന്തെങ്കിലും വർക്കിന്റെ ഇടയിലൊക്കെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമന്റ് ചെയ്യൂല, കാരണം ഫോൺ നമ്മളെ കയ്യിലുണ്ടാവില്ല. വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇയർപോഡ് വെച്ചിട്ട്. സോ മാക്സിമം ആൾക്കാർ, ലൈവിലുള്ള മാക്സിമം ആൾക്കാർ കമന്റ് ചെയ്യട്ടോ. കമന്റ് തെറ്റുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ തെറ്റിപ്പോയി, അപ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയും. മറ്റത് വേഗം നമുക്ക് കുറച്ചൊന്നും ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു പോകുന്ന രീതിയിൽ ചെയ്യാം. സെക്ഷൻ കംപ്രഷന് പവർ എക്സോസ്റ്റ് 4 സ്ട്രോക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Then next, in SI engine, SI stands for, in SI engine, SI stands for, പെട്ടെന്ന് ചെയ്തോ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫുള്ള് നമുക്ക് തന്നെ ചെയ്യണം. സ്ട്രൈറ്റ് ഇഗ്നിഷൻ, സ്റ്റാൻഡേർഡ് ഇഗ്നിഷൻ, സ്പാർക്ക് ഇഗ്നിഷൻ, നൺ ഓഫ് ദീസ് അല്ലേ. SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിന്. നമ്മൾ CI എന്ന് പറയുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ്. നോർമലി സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ആർ പെട്രോൾ എഞ്ചിൻസ്, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് ആർ ഡീസൽ എഞ്ചിൻസ് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഉള്ളത്. C. ഓക്കെ, ക്ലിയർ ആണല്ലോ. വേറെ ഡൗട്ട് കാര്യങ്ങളില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ആയി ചെയ്തിട്ട്, ഒരു 10 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ആണോ കാണുന്നത് എനിക്കറിയില്ല. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ആളുകളാണോ, അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ ലിങ്ക് കിട്ടിയിട്ട് കയറിയ ആളുകളാണോ എനിക്കറിയില്ല. സോ ടെക് PSCയുടെ വീഡിയോസ്, ക്ലാസ്സസ് ഉള്ളത്, നമ്മളെ AMVയുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം ക്ലാസ്സസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അതേപോലെ തന്നെ ഇതല്ലാതെ ടെക് PSC മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കലിൽ മാത്രമായിട്ടൊരു ചാനലുണ്ട്. സോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ടെക് PSC മെക്കാനിക്കൽ എന്ന് മാത്രം. സോ ആ ഒരു ചാനലിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിന്റെ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. AMVയുമായി ബന്ധപ്പെട്ടതും ഇനി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പോളി ലെക്ചർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാംസിന്റെയും വീഡിയോസ് ടെക് PSC മെക്കാനിക്കൽ എന്നുള്ള ചാനലിൽ ഉണ്ടായിരിക്കും. സോ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ചാനൽ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യന്, 21. നോക്കാം. ഇൻ എ മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ, faulty compression in adjacent cylinders is due to wear in rings, head gasket set between cylinders, wear in piston skirt, wear in cylinders. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇൻ എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ്, ചിന്തിക്കട്ടോ, കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ. എല്ലാവർക്കും ഞാൻ പറയണില്ല, അറിയുന്ന ആൾക്കാരുണ്ടാവും, ക്വസ്റ്റ്യൻ കണ്ട ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആളുകളൊന്നും ചിന്തിക്കേണ്ടി വരും. faulty compression in adjacent cylinders due to, C പറയുന്നുണ്ട്, B പറയുന്നുണ്ട്, A പറയുന്നുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. വരട്ടെ, ആൻസർ ഒന്നുമില്ല, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ തെറ്റിയാലും നമുക്ക് പ്രോബ്ലം അല്ല. ഇവിടുന്ന് തെറ്റണെങ്കിൽ പോയല്ല, അവിടുന്ന് തെറ്റാന്നാ മതി. കമന്റ് ചെയ്തോട്ടോ, തെറ്റിക്കോട്ടെ. C, B, A എല്ലാം വരുന്നുണ്ട് അല്ലേ. ഒരു കംപ്രഷൻ ടെസ്റ്റ് നടത്തുന്ന സമയത്താണ് നമുക്ക് ഇത് മനസ്സിലാകുക അല്ലേ. ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഒരു കംപ്രഷൻ ടെസ്റ്റ് നടത്തുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ക്വസ്റ്റ്യന്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു സെന്റൻസ് കൂടി എഴുതി ചേർക്കാം. ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ഇൻ അഡ്ജസന്റ് സിലിണ്ടേഴ്സ് ദ കംപ്രഷൻ ടെസ്റ്റ് ഈസ് വെരി ലോ ആൻഡ് സെയിം ഓൺ ബോത്ത്.
അടുത്തടുത്തുള്ള സിലിണ്ടറിൽ കംപ്രഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ അല്ലെ ഒരു റിങ്സിൽ തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സിലിണ്ടറിലും റിംഗ് ഒരേപോലെ തേയണ്ടേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഹെഡ് ഗാസ്കറ്റ് സെറ്റ് ബിറ്റ്വീൻ സിലിണ്ടേഴ്സ്. അഡ്ജസ്റ്റന്റ് സിലിണ്ടറിൽ ലോ കംപ്രഷൻ വരികയെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കുറെ ആൾക്കാർ ബി കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് തന്നെയാണ് ആൻസർ. ഈ പിസ്റ്റൺ സ്കേർട്ടിൽ വിയർ വരികയാണെങ്കിലും സിലിണ്ടറിൽ വിയർ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരേപോലെ വന്നാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റന്റ് സിലിണ്ടറിൽ. ഇപ്പോൾ ഹെഡ് ഗാസ്കറ്റിന് കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്കാവെഞ്ചിങ് നമ്മളിപ്പോൾ ഇന്ന് ലൈവ് തുടങ്ങിയിട്ട് 1-2 തവണ യൂസ് ചെയ്ത വേർഡാണ്. സ്കാവെഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കാവെഞ്ചിങ് ഈസ് ഡൺ ഫോർ ദി ഫോളോയിങ് റീസൺ: ഫ്യൂൽ കൺസപ്ഷൻ, പവർ സപ്ലൈ, സ്പീഡ്, ഓയിൽ പ്രഷർ. സ്കാവെഞ്ചിങ് എന്താ പ്രോസസ് എന്താ എല്ലാവർക്കും അറിയാലോ അല്ലെ? സ്കാവെഞ്ചിങ് എന്താ പ്രോസസ് എന്ന് പറയുന്നത്? റിമൂവിങ് ബേൺഡ് ഗ്യാസസ് ഫ്രം ദ സിലിണ്ടർ ബൈ റീപ്ലേസിങ് ഫ്രഷ് എയർ. നമ്മൾ പുതിയ ചാർജ് ഉപയോഗിച്ചിട്ട്, അതായത് അടുത്ത സ്ട്രോക്ക് ലോക്കഡ് ആവശ്യമായിട്ടുള്ള പുതിയ ചാർജ് ഉപയോഗിച്ചിട്ട് നിലവിൽ കത്തിക്കഴിഞ്ഞിരിക്കുന്ന ബേൺഡ് ആയിട്ടുള്ള എക്സോസിലോട്ട് പോകേണ്ട കാര്യങ്ങളെ നമ്മൾ എന്തിനെ പുറത്തോട്ട് പുറന്തള്ളുക അല്ലെ? ഫ്രഷ് ചാർജ് കയറുമ്പോൾ മറ്റേ പുറത്തോട്ട് പുറന്തള്ളും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. സ്കാവെഞ്ചിങ് ഞങ്ങൾ കുറെ അധികം സ്കാവെഞ്ചിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഫറെന്റ് ടൈപ്പ്, ലൂപ്പ് ഫ്ലോ സ്കാവെഞ്ചിങ്, യൂണിഫ്ലോ സ്കാവെഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അല്ലേ കുറെ അധികം 3 ടൈപ്പ് സ്കാവെഞ്ചിങ്ങിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട്. ഇൻലെറ്റ് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഒരേ സൈഡിലാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൂപ്പ് ഫ്ലോ, 2 സൈഡിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് ഫ്ലോ അല്ലെ? ഡയറക്റ്റ്ലി നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫ്ലോ സ്കാവെഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ്സസിൽ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ കേട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ക്ലാസ്സസിൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സ്കാവെഞ്ചിങ് എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഓൺ ദി ഫോളോയിങ് റീസൺ. എന്തിനു വേണ്ടിയിട്ടാണ്? പവർ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനുള്ളിലോട്ട് പ്രോപ്പർ ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ കയറാതെ നിന്ന് കഴിഞ്ഞാൽ പഴയ സംഭവമാണ്, പഴയ ബേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനുള്ളിൽ, ഗ്യാസ് ആണ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതന്നെ വീണ്ടും അടുത്തൊരു സ്ട്രോക്കിലോട്ട് പോയിട്ട് അടുത്തൊരു കമ്പഷനിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ പവർ കുറയും. അപ്പോൾ പ്രോപ്പറായിട്ട് പുതിയ മാക്സിമം എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയർ ഫ്രഷ് ചാർജ് അതിൻ്റെ അകത്തോട്ട് കയറണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പവറും കാര്യങ്ങളും കിട്ടുള്ളൂ, പ്രോപ്പർ പവർ കിട്ടുള്ളൂ അല്ലേ? സോ ബി തന്നെയാണ് ആൻസർ. കറക്റ്റ്. എല്ലാവരും ബി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്, ഓൾമോസ്റ്റ് എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23rd 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൈ സ്പീഡ് ഡീസൽ ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എൻജിൻ ബോർ ആൻഡ് സ്ട്രോക്ക്. അതാണ് നിൽക്കട്ടെ, അതനുസരിച്ച് നിങ്ങൾ നോക്കണ്ട. ലാസ്റ്റ് അതിന് ശേഷം നോക്കിയാൽ മതി. An engine whose piston stroke length and is equal to the bore diameter is whose piston stroke length is equal to the bore diameter. Slow speed engine, over square engine, under square engine, square engine. 23. Stroke length bore is equal to stroke ആണെന്നുണ്ടെങ്കിൽ, bore is equal to സ്ട്രോക്ക് ആണെങ്കിൽ എന്താണ്? സ്ക്വയർ എഞ്ചിന് ആണല്ലോ. 23D. അങ്ങനെയാണെങ്കിൽ അണ്ടർ സ്ക്വയർ എഞ്ചിന്റെ സ്ട്രോക്ക് ബൈ ബോർ റേഷ്യോ എന്തായിരിക്കും? അണ്ടർ സ്ക്വയർ എഞ്ചിന്റെ സ്ട്രോക്ക് ബൈ ബോർ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ടു 1 ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1 എന്തായിരിക്കും? സ്ട്രോക്ക് ബൈ ബോർ റേഷ്യോ അണ്ടർ സ്ക്വയറിന്റെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓവർ സ്ക്വയർ, മാറ്റൊന്നുമില്ല. മോർ ദാൻ 1 ഓർ ഗ്രേറ്റർ ദാൻ 1. അണ്ടർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1. സോ ബോർ ആൻഡ് സ്ട്രോക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രോക്ക് ബൈ ബോർ റേഷ്യോ ഈസ് ഈക്വൽ ടു 1 ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും?
ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ എഞ്ചിന്, അണ്ടർ സ്ക്വയർ ഓവർ സ്ക്വയർ. സ്ട്രോക്ക് ബൈ ബോർ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ ഓവർ സ്ക്വയർ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അണ്ടർ സ്ക്വയർ. അല്ലെ, മാറരുത് കേട്ടോ. നമ്മുടെ അണ്ടർ സ്ക്വയർ ആണ് ചോദിച്ചത്. അണ്ടർ സ്ക്വയർ ആവുമ്പോൾ മോർ ദാൻ 1. കറക്റ്റ് ആണ്, കമന്റ് ചെയ്ത് കറക്റ്റ് ആണ്. മോർ ദാൻ 1, ഗ്രേറ്റർ ദാൻ 1 എങ്ങനെയാണെങ്കിലും പറയാം. കറക്റ്റാ. സ്ട്രോക്കും ബോറൊക്കെ എന്താണെന്ന് അറിയണ്ടാവും, ടെർമിനോളജി എല്ലാവർക്കും. ഓക്കെ, അതെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. സോ ആൻസർ സ്ക്വയർ എഞ്ചിൻ കേട്ടോ. ഇതിന്റെ നമ്മൾ ഈക്വൽ ആണ് ചോദിച്ചത്, അതുകൊണ്ട് സ്ക്വയർ എഞ്ചിൻ ആൻസർ. 24, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ദി പിസ്റ്റൺ ഇൻ ഡീസൽ എഞ്ചിൻ സിലിണ്ടർ? Exactly at TDC after exhaust stroke, exactly at BDC before compression stroke, near TDC during compression stroke, awaiting TDC during exhaust stroke. Fuel is injected in which state of the piston in diesel engine cylinder? ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കമന്റ് ചെയ്യണേ. യെസ്, കറക്റ്റ് ആണ്. നിയർ TDC ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് അല്ലെ. കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡില് TDCയോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെ, അതായത് ജസ്റ്റ് TDC എത്തിയിട്ടല്ല, അതിന് മുന്നായിട്ട് ജസ്റ്റ് നിൽക്കുന്ന സമയത്തായിരിക്കും എന്തുണ്ടാകുക, ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുക. നമ്മൾ ഇതും നമ്മളെ ആക്ച്വൽ വാൾ ടൈമിംഗ് ഡയഗ്രവും വാൾവ് ടൈമിംഗ് ഡയഗ്രം, തിയററ്റിക്കൽ ആൻഡ് ആക്ച്വൽ വാൾ ടൈമിംഗ് ഡയഗ്രം പറഞ്ഞിരുന്നു. അവിടുന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പവർ സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ 4 സ്ട്രോക്ക് ഇൻ എ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. എ പിസ്റ്റൺ കളക്ട്സ് ദ ഫോളോയിങ് during the section stroke of diesel engine: gas, only fuel, only pure air, mixture of fuel and air. ഏത് വരിക ആൻസർ? നമുക്കറിയാം, ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 4 സ്ട്രോക്കുള്ള ഒരു 4 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഏതാ? സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. സെക്ഷനിൽ ഓൺലി എയർ അല്ലേ, എയർ ആണ് അതിലോട്ട്, ഫ്രഷ് എയർ ആണ് സിലിണ്ടറിന്റെ അകത്തോട്ട് കയറുന്നത്, ഓൺലി പ്യുവർ എയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അടുത്ത ക്വസ്റ്റ്യൻ പറയണേ. വെൻ ദ മെയിൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആർ അറ്റാച്ച്ഡ് ടു ദി മെയിൻ ഫ്രെയിം, ദ അസംബ്ലി ഈസ് കാൾഡ് യൂണിറ്റ്, ചേസിസ്, ബോഡി ഷെല്ല്, സബ്സെക്ഷൻ. എഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്, നോക്കണ്ട. എഞ്ചിനും പാർട്സും കാര്യങ്ങളും കമ്പോണൻസ് ഒക്കെ അല്ലേ, അതൊക്കെ ഒരു ഫ്രെയിമിലോട്ട് ഘടിപ്പിക്കും. ഫ്രെയിം ചേസിസ് അല്ലേ, എല്ലാ കമ്പോണൻസും ഘടിപ്പിക്കുന്നതിന് നമ്മൾ ചേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The distance traveled by the piston from TDC to BDC is TDC, BDC, stroke, cycle. ഞാനിതിൻ്റെ ഓൾറെഡി ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് നമ്മൾ ചില ഇതിൽ ചിന്തിക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ക്ലച്ചിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രം അങ്ങ് ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, എഞ്ചിനും ഗിയർ ബോക്സിന്റെ ഇടയിൽ എന്നുള്ളത്. അത്രയും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ വരാറുണ്ട്, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. The distance traveled by the piston from TDC to BDC is called stroke. അറിയുന്നതാണല്ലോ.
The next question, in diesel engine, combustion take place at option A, constant pressure, option B, constant volume, option C, constant temperature, option D, constant entropy. In diesel engine, combustion take place at ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും അത് രണ്ടും വർക്ക് ചെയ്യുന്ന ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞില്ലേ, ഡീസൽ സൈക്കിൾ രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും അത് രണ്ടും ഓരോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഓട്ടോ സൈക്കിൾ, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്താണ് ഡീസൽ സൈക്കിൾ. ഇപ്പോൾ ഡീസൽ സൈക്കിളിലുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓട്ടോ സൈക്കിളിന്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് അതിനെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും പറയാറുണ്ട്. ഡീസൽ എഞ്ചിനിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത് അല്ലേ, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത്. സോ ഇതുകൊണ്ട് ഈ ഒരു സൈക്കിളിനെ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും പറയാറുണ്ട് നമ്മൾ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ, കമ്പസ്റ്റൻ ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കുറെ ആൾക്കാർ കോൺസ്റ്റന്റ് വോളിയം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റ് വോളിയാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഡീസൽ സൈക്കിൾ എന്ന് മാറിയിട്ട് ഇവിടെ എന്തായി മാറണം, ഓട്ടോ സൈക്കിൾ ആണോ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓട്ടോ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം, ഡീസൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ ആണല്ലോ. കുറെ ആൾക്കാർ ബി ഒക്കെ കമന്റ് ചെയ്ത് കണ്ടു, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ 2-stroke cycle engine gives dash number of power stroke as compared to the 4-stroke cycle engine. Half, same, double, 4 times. 29. ഏതാണ് വരിക? Two-stroke engine cycle gives dash number of power stroke compared to 4-stroke. 4-stroke കമ്പയർ ചെയ്യുമ്പോൾ 2-stroke പവർ സ്ട്രോക്കുകൾ എത്രയായിരിക്കും? ടു സ്ട്രോക്കിന്റെ ഒരു റവല്യൂഷനിലെ പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നുണ്ട്, 4-stroke 2 റവല്യൂഷനിലെ പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നുള്ളൂ. അതായത് 4-stroke കമ്പയർ ചെയ്ത് 2-stroke പറയുമ്പോൾ ഡബിൾ ആയിരിക്കും അല്ലേ. ബിയോ സെയിം ഒക്കെ പറയുന്നുണ്ടല്ലോ. സി അല്ലേ, ഡബിൾ അല്ലേ. ഇനി ഒരു RPM ഒക്കെ വെച്ചെടുക്കണമെങ്കിൽ എടുത്താലും മതി. ഒരു 1000 RPM വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 4-stroke എന്ന് പറയുമ്പോൾ നമുക്ക് 500 പവർ സ്ട്രോക്ക് ആയിരിക്കും ഉണ്ടാകുക. 2-stroke സംബന്ധിച്ചിടത്തോളം എന്താവും, 1000 RPM ആണെങ്കിൽ ഒരു 1000 പവർ സ്ട്രോക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. 4-stroke 2-stroke എത്ര റൊട്ടേഷനിലാണ് പവർ സ്ട്രോക്ക് ലഭിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ സി ഡബിൾ ആയിരിക്കും ആൻസർ. The next question. A 2-stroke cycle engine gives dash mechanical efficiency than a 4-stroke cycle engine. Higher, lower, same, none of this. Thirteenth. 2-stroke cycle engine gives dash mechanical efficiency than 4-stroke cycle engine. Mechanical efficiency എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് പവർ ബൈ
ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റർ പവർ ഇൻറ്റു നമ്മൾ പെർസെൻറ്റേജിലോട്ടാക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. മെക്കാനിക്കൽ എഫിഷ്യൻസി റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ആൻസർ ലോവർ ആണ്, ബി ആണ് ആൻസർ കേട്ടോ. ബി ആണ് ആൻസർ, ലോവർ ആണ്. കുറച്ച് ആൾക്കാർ ബി കമന്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ട് 2 സ്ട്രോക്കിലെ മെക്കാനിക്കൽ എഫിഷ്യൻസി ലോവർ ആകുന്നു? കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും നമുക്ക് പറയാം. 2 സ്ട്രോക്ക് സൈക്കിൾ ഹാസ് അഡീഷണൽ ലോസസ് ഡ്യൂറിങ് സ്കാവെഞ്ചിങ്. സ്കാവെഞ്ചിങ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സോ സ്കാവെഞ്ചിങ് മൂലം ഉണ്ടാവുന്ന 2 സ്ട്രോക്കിന് അഡീഷണൽ ലോസസ് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രഷ് ചാർജസ് മേ എസ്കേപ്പ് ത്രൂ എക്സോസ്റ്റ് പോർട്ട്. ഫ്രഷ് ചാർജസ് ഈ സ്കാവെഞ്ചിങ്ങിന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, എക്സോസ്റ്റ് പോർട്ടിലൂടെ കുറച്ച് മിസ്സാകാം, എഫിഷ്യൻസി കുറയില്ലേ. ദെൻ ഹയർ വിയർ ആൻഡ് ഫ്രിക്ഷൻ ഡ്യൂ ടു മോർ ഫ്രീക്വന്റ് പവർ സ്ട്രോക്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. കണ്ടിന്യൂസ്ലി നമ്മൾ 4 സ്ട്രോക്കിനെ അപേക്ഷിച്ച് നോക്കിയിട്ട് ഫ്രീക്വന്റ്ലി പവർ സ്ട്രോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ തേയ്മാനം അതേപോലെ തന്നെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന തേയ്മാനം കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ആൻഡ് ആൾസോ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും കമ്പയർ ചെയ്യുമ്പോൾ 4 സ്ട്രോക്കിന്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. 2 സ്ട്രോക്കിന്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റം അറിയാലോ. 2 സ്ട്രോക്കിൽ നമ്മൾ ഓയിലും പെട്രോളും മിക്സ് ചെയ്ത് ഒരു പെട്രോൾ ലൂബ്രിക്കേഷൻ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലൂബ്രിക്കേഷൻ ഈസ് ജനറലി ലെസ് എഫക്റ്റീവ് അല്ലേ ദാൻ ഇൻ 4 സ്ട്രോക്ക് എഞ്ചിൻ. 4 സ്ട്രോക്കിന്റെ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താകാം, 2 സ്ട്രോക്ക് എഞ്ചിനിലെ മെക്കാനിക്കൽ എഫിഷ്യൻസി 4 സ്ട്രോക്ക് എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ആയിരിക്കും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുറെ സെയിം എഞ്ചിൻ ആകണം കേട്ടോ, കുറെ സെയിം ക്രൈറ്റീരിയ വരുന്ന എഞ്ചിൻ ആകണേ. ചെറിയൊരു എഞ്ചിനും വലിയൊരു എഞ്ചിനും എടുത്തുകൊണ്ട് നിങ്ങൾ നോക്കരുത്, അപ്പോൾ പിന്നെ മാറാം. ബി ആണ് കേട്ടോ ആൻസർ. കുറെ ആൾക്കാർ ബി കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ വിച്ച് വർക്കിംഗ് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഇൻ 4 സ്ട്രോക്ക് എഞ്ചിൻ. നേരത്തെ നമ്മൾ 2 സ്ട്രോക്കിന്റെ ചോദിച്ചിരുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ 4 സ്ട്രോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എത്ര റെവല്യൂഷൻസ് വേണം എന്നുള്ളത് അല്ലേ. 4 സ്ട്രോക്കുകളും അതേപോലെ നമുക്ക് വേണ്ടത് 2 റെവല്യൂഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ദ പെട്രോൾ എഞ്ചിൻ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, പാസ്കൽ സൈക്കിൾ, നൺ ഓഫ് ദീസ്. നമ്മൾ നേരത്തെ ഡീസൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് പോയി. തൊട്ട് മുന്നേ 2 ക്വസ്റ്റ്യൻ മുന്നേ പറഞ്ഞപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഇനിയിപ്പോൾ പെട്രോൾ എഞ്ചിൻ വരാം, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നുള്ള രീതിയിലൊക്കെ വരാം കേട്ടോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. സോ പെട്രോൾ എഞ്ചിൻ വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ സൈക്കിൾ അറിയാലോ. ഓട്ടോ സൈക്കിൾ നമുക്ക് 2 കോൺസ്റ്റന്റ് വോളിയം സൈക്കിളും 2 അഡിയബാറ്റിക് പ്രോസസ്സും ആണ് അവിടെ. നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും സൈക്കിൾ അല്ല, അഡിയബാറ്റിക് പ്രോസസ്സും ആണ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക. അത് ഇതിലോട്ടാവുന്ന സമയത്ത് അല്ലെ, ഡീസൽ സൈക്കിളിലോട്ടാവുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് വോളിയവും അതേപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുമായിട്ട് മാറും. ക്ലിയർ ആണല്ലോ. സോ ഓട്ടോ സൈക്കിൾ 32 എ ആണ് ആൻസർ. ദെൻ 33. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ഇൻടേക്ക് എയർ ഇൻ ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇൻക്രീസസ്, എഫിഷ്യൻസി വിൽ remains same, decreases, increases, none of these. ഒരു ഐ സി എഞ്ചിന്റെ ഇൻടേക്ക് എയറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എഫിഷ്യൻസിയിൽ എന്ത് മാറ്റമാണ് വരിക? എഫിഷ്യൻസി വിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കമന്റ് ചെയ്യണേ. ബി ആണ് അല്ലേ. ബിയും സിയും പറയണ്ടല്ലോ, ഇൻക്രീസും ഡിക്രീസും പറയണ്ടല്ലോ. ഡിക്രീസ് അല്ലേ വരിക? ഡിക്രീസ് ആണ്, ബി ആണ് ആൻസർ വരിക. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല കംപ്ലീറ്റ് കമ്പസ്റ്റൻ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്പസ്റ്റൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ചൂട് കൂടിയ എയർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ അത് കുറവായിരിക്കും, കുറക്കുകയാണ് ചെയ്യുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡിക്രീസ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഷൻ ഓഫ് ഫ്യൂവൽ ഇൻ എ 4 സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എഞ്ചിൻ
start at 150 degree before TDC and end at 30 degree after TDC. Start at TDC and end at 30 degree after TDC. Start at 50 degree after TDC and ends at 30 degree before BDC. May start and end anywhere. 34. The expansion of fuel in 4-stroke cycle diesel engine. Yes, C ആണല്ലേ. Start at 50 degree after TDC. Sorry, C അല്ല, C ആണോ പറഞ്ഞേ? B ആണ്. സ്റ്റാർട്ട് അറ്റ് TDC-യിൽ നമ്മൾ കമ്പസ്റ്റൻ നടന്ന് അവിടെ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഫ്യൂൽ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ആവും. ആൻഡ് എൻസ് 30 ഡിഗ്രി ആഫ്റ്റർ TDC കഴിഞ്ഞ് 30 ഡിഗ്രി വരെ എക്സ്പാൻഷൻ പോവും. B ഉണ്ടോ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പ്രഷർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ ഓഫ് ഓർഡർ ഓഫ് 6 kilogram per centimeter square, 12 kilogram per centimeter square, 20 kilogram per centimeter square, 35 kilogram per centimeter square. The pressure at the end of compression in case of diesel engine. ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിന് ഹൈ കംപ്രഷൻ റേഷ്യോ അല്ലേ, ഹൈ കംപ്രഷൻ റേഷ്യോ അറൗണ്ട് 15:21:1 ആണ് നമ്മൾ നോർമലി പറയാറില്ല. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 6:10 അല്ലെങ്കിൽ 9:12 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കംപ്രഷൻ പ്രഷറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് കംപ്രഷൻ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു 35 to 45 ഒക്കെയാണ് നമുക്ക് എന്തിൽ വരുന്നത്, ഡീസൽ എഞ്ചിന്റെ കംപ്രഷനിൽ വരുന്നത്. ടെമ്പറേച്ചറും അതേപോലെ ടെമ്പറേച്ചർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക ഡീസൽ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ആൻസർ വരുന്നത് 35 സ്റ്റാർട്ട്സ് അല്ല പറഞ്ഞത്, ഓക്കെ 35 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് വരുന്നത് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യൻസ് 35ഓളം ക്വസ്റ്റ്യൻസ്, അതിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഇരുന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാമിന് പ്രീവിയസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമുക്ക് AMVAക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് ഫോക്കസ് ബാച്ച് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിന്, ഒന്നും കൂടി പറയാം. ഫുള്ളി സിലബസിന്റെ ബേസ്ഡ് ആയിട്ട് മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഫുള്ളി സിലബസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിന്റെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെന്റർ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഇതേപോലെ നമ്മൾ AMVAയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോസ് കാണാത്ത ആളുകളാണെങ്കിൽ ചാനലിൽ പോയി കാണുക. അതോ